Good morning, all. Monitoring and improving patient satisfaction. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റലില് നമ്മള് അല്ലെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഹോസ്പിറ്റലിൽ നമ്മൾ തെരഞ്ഞെടുക്കുക എന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് അവിടെ ആവശ്യമായിട്ട് മസ്റ്റായിട്ട് നമ്മുടെ ഭരണം അല്ലെ. പേഷ്യന്റ് ഇല്ല എങ്കിൽ ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും എടുക്കുക. ന്യൂസ് എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഡിസാസ്റ്റർ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാം. രോഗിയുടെ സംതൃപ്തിയെ നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് വിവരിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്കും കൂടി അറിയാവുന്ന കാര്യങ്ങൾ അല്ലെ. നമ്മളൊന്ന് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ബോറടിക്കുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് മാറും. ഓക്കെ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാറ്റിസ്ഫൈ ആകുന്നതിനുമെങ്കിൽ തീർച്ചയായിട്ടും പല പോയിന്റ്സ് ഉണ്ട് അല്ലെ. അവിടെ നല്ല ഡോക്ടറുടെ സേവനമാണോ, നല്ല കൃത്യസമയത്ത് തന്നെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോരാനുള്ള അവസരം ഉണ്ടാവണം. ടെസ്റ്റും കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഇതുണ്ടാവാൻ പാടില്ല. എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, വർക്കിംഗ് കണ്ടീഷനൊക്കെ ഉള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം. അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു നിശ്ചിത ഫിനാൻസ് മാത്രമാണ് അവർ ഈടാക്കാനായിട്ട് പാടുള്ളൂ അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് എല്ലാ പേഷ്യൻസും സാറ്റിസ്ഫൈ ആവുക അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്ന് നമ്മൾ വിശേഷമായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയത് എന്നുള്ള ഒരു ചരിത്രം തുടങ്ങിയിട്ടാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പോ ഇൻട്രൊഡക്ഷനിൽ എന്താന്ന് നോക്കാം. പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കമ്പാരിറ്റീവ് ഫിനോമിനൻ വിച്ച് has been around since the 1960s, but active research on the topic was started in the late 1970s and early 1980s. Okay, അതായത് ഒരു 1960 മുതലേ തുടങ്ങി ഈ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള അല്ലെ. നമ്മൾ പഴയ കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ അല്ലെ ഹിസ്റ്ററി പരിശോധിച്ച് ഹിസ്റ്ററി പഠിച്ചപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ റയറായിരുന്നു ഹോസ്പിറ്റൽ അല്ലെ. പിന്നീടാണ് ഹോസ്പിറ്റലുകളൊക്കെ എന്താണ് ധാരാളം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ എല്ലാ ഏരിയകളിലും ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലുണ്ട്. ഹോമിയോപ്പതി ഉണ്ട്, അലോപ്പതി ഉണ്ട്, അതേമാതിരി യുനാനി ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലുകളും വ്യത്യസ്ത സേവനങ്ങൾ അവർ ലഭ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായി മാറിയത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ലഭ്യമായാൽ മാത്രമാണ് ഹോസ്പിറ്റലിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും അതിനനുസരിച്ചിട്ടുള്ള റിസർച്ചുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് 1960 മുതൽ അത് ഡെവലപ്പ് ചെയ്തു തുടങ്ങി. എന്താണ് 1970s ആൻഡ് ഏർലി 1980 തുടങ്ങി ആണ് അത് പ്രാബല്യത്തില് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള റിസർച്ചിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇയർ ജസ്റ്റ് ഞാൻ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക 1960 അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് 1960 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അല്ലെ. അറൗണ്ട് സിൻസ് 1960. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദിസ് ലെഡ് ടു substitution of the idea of a quantity of life by a more patient-centered concept of a quality of life. ഓക്കെ, അവിടെ നമുക്കറിയാം എന്താണ് ഗുണമേന്മയുള്ള അല്ലെ ഒരു ലൈഫ് അല്ലെ, ജീവിത നിലവാരം വെച്ച് പുലർത്തുക എന്നുള്ള ഇതിലേക്ക് പോയി. ക്വാളിറ്റിയേക്കാൾ കൂടുതൽ എന്താണ് ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ എല്ലാവരും പോണത്? അസുഖം വരുമ്പോൾ മാത്രമാണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ആണോ? പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ അസുഖം വരുന്നതിന് മുമ്പേ തന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ പോകും ഇല്ലേ?
ഇല്ലേ? ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തില്ലേ? പോവാ അല്ലെ? അപ്പൊ ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിന് കൂടുതൽ അല്ലെ, അവരുടെ ഹെൽത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്, ഓക്കെ, നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് ദ പേഷ്യൻസ് റിസീവ്ഡ് റിക്വയർമെന്റ്സ് is the expectations from the health system and the experience of health care. Okay. അപ്പൊ നമുക്കറിയാം ഈ ഒരു സംതൃപ്തി എന്നുള്ളത് അല്ലെ, അത് എന്തിൽ നിന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞ വരുന്നത്? നല്ലൊരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ലെ, അവിടെ അത്തരത്തിലുള്ള നല്ലൊരു സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഓരോ പേഷ്യന്റും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, പേഷ്യന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആകും അല്ലെ. നല്ലൊരു ഡോക്ടറിന്റെ സേവനം, നല്ലൊരു സമയക്രമത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പക്വാലിറ്റി, അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഹോസ്പിറ്റല് അല്ലെ, വലിയ ഫിനാൻസ് ഒന്നും മുടക്കാതെ തന്നെ അവരുടെ സേവനം ലഭ്യമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ ഓരോ പേഷ്യൻസും റിക്വയർ ചെയ്യുന്നത് അല്ലെ, ആവശ്യത്തിലായിട്ട് ഉന്നയിച്ച് ഹോസ്പിറ്റലിലേക്ക് സമീപിക്കുന്നത്, അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും. This multi-dimensional concept consists of both the medical and non-medical aspect of health care. Okay. അപ്പൊ അതില് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്, ഡോക്ടറുടെ സേവനം അല്ലെ, ആ ഒരു സേവനം മാത്രമല്ല, മെഡിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല തൃപ്തിയുടെ ഘട്ടത്തിൽ വരുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തൃപ്തിയുടെ ഘട്ടത്തിൽ വരും അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് അല്ലെ, ബഹുമുഖ പ്രതിഭാസമാണ് ഇതിൽ വരുന്നത് അല്ലെ. അതിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, നോൺ മെഡിക്കൽ ആയിട്ടുള്ള വശങ്ങളും ഈ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. അല്ലേ? ചാപ്റ്റർ സിമ്പിൾ ആണോ? കുഴപ്പമില്ലാത്ത ചാപ്റ്റർ അല്ലേ? ഓക്കെ അല്ലെ, നമുക്ക് മുന്നോട്ട് പോകാം. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. പേഷ്യന്റ് എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റൽ നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ measure of the extent of to which a patient is satisfied with the health care which they got from their health care provider. Okay. നമുക്കറിയാം തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റിനും അല്ലെ രോഗി പരിചരണം ലഭ്യമാകുന്നത് ആരിൽ നിന്നാണ് നമുക്ക് രോഗി പരിചരണം ലഭ്യമാകുന്നത്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിൽ നിന്നായിരിക്കും, ഡോക്ടേഴ്സിൽ നിന്നും നഴ്സുമാരിൽ നിന്നുമാണ് പരിചരണം നമുക്ക് ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഇറ്റ്സ് എ മെഷർ ഓഫ് എക്സ്റ്റെന്റ് വിച്ച് പേഷ്യന്റ് ഇസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെൽത്ത് കെയർ വിച്ച് ദേ ഗോട്ട് ഫ്രം ദെയർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെ. ആരാണോ ഈ ഒരു ഹെൽത്ത് കെയർ ലഭ്യമാകുന്ന ദാതാക്കൾ ആരാണോ അവരിൽ നിന്നാണ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു തൃപ്തികരമായിട്ടുള്ള സേവനം അവരെ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഡോക്ടറാണോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ ഒക്കെയാണ്, നല്ല നഴ്സുമാരാണോ അല്ലെ, നല്ല ശുശ്രൂഷയാണോ ലഭ്യമാകുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ ഓക്കെയാണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പേഷ്യന്റ് പകുതി സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് കൺസേൺഡ് വിത്ത് how patient assesses the quality of their health care experience. Okay, നമുക്കറിയാം ഇത് ശരിക്കും തീർച്ചയായിട്ടും ഇതിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിലെ എക്സ്പീരിയൻസ് ആണ് അല്ലെ. അവരുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അനുഭവങ്ങളാണ് അല്ലെ. അവരുടെ നല്ല രീതിയിലുള്ള ഗുണമേന്മയോട് കൂടിയിട്ടുള്ള അനുഭവങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. അതല്ല എങ്കിൽ ഗുണമേന്മയില്ലാത്ത അല്ലെ, അവർക്ക് തീരെ പിടിക്കാത്ത ഒരു രീതിയിലുള്ള ശുശ്രൂഷകളാണ് ലഭ്യമാകുന്നതെങ്കിൽ അവര് അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി being evaluated in a surveys of healthcare settings as a maker of a quality of care, together with the other dimension of a quality like assess relevance to requirements, effectiveness and efficiency. ഓക്കെ, നമുക്കറിയാം എപ്പോഴും എന്താണ്, തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമാകുമ്പോൾ അല്ലെ, അവിടെ എന്താണ് ഫലപ്രാപ്തി അല്ലെങ്കിൽ കാര്യക്ഷമത, അങ്ങനെ ഗുണനിലവാരമുള്ള മറ്റ് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോ ഡോക്ടറിന്റെ സേവനം പറഞ്ഞു, അല്ലെങ്കിൽ ക്ലീനിങ് നടത്തുന്ന സ്റ്റാഫുകൾ, അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ, ഇവരെല്ലാം തന്നെ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്താലാണ് ഈ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ എല്ലാം തന്നെ അവിടെയുള്ള പേഷ്യൻസിന് ലഭ്യമാകുകയുള്ളൂ അല്ലെ. ശരിയാണോ?
നമ്മളിപ്പോ ഡോക്ടറിന് ഒരു OP ടിക്കറ്റ് എടുക്കാൻ തന്നെ അവിടെ ചെന്ന് അല്ലെ, അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ ബുക്കിംഗ് കഴിഞ്ഞ് വന്നതായിരിക്കും എങ്കിൽ കൂടി ഒരുപാട് ടൈം നമ്മുടെ വേസ്റ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ തൃപ്തിയായിരിക്കുമോ? അവോ ഒരുപാട് ടൈം അവിടെ വെക്കുകയാണെങ്കിൽ ഇല്ല അല്ലെ. അപ്പൊ എന്താണ് എപ്പോഴും എന്താണ് എല്ലാ തലത്തിലുള്ള വ്യക്തികളും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നല്ല ഫലപ്രാപ്തിയോടും കാര്യക്ഷമതയോടും കൂടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ മാത്രമാണ് അവിടെ പേഷ്യൻസ് തൃപ്തിയാകുന്നത്. ഓക്കെ, വീണ്ടും അടുത്ത പാരഗ്രാഫിൽ ഇത് തന്നെയാണ്. നിങ്ങൾ ബോറടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചുള്ള കമ്പാരിസൺ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. നോക്കാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി അല്ലെ നല്ലൊരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു മെട്രിക് ടൂൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് വിലയിരുത്തുന്നതാണ്. ഒരു പേഷ്യന്റിനോട് ചോദിക്കുമ്പോൾ അവര് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെട്രിക് ടൂൾ വെച്ച്, മെട്രിക് ടൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ആരോഗ്യ സംരക്ഷണത്തിനെ അളക്കുന്ന ഒരു അളവ് പോലെ അല്ലെ. അവര് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ആ ഹോസ്പിറ്റലിലെ സേവനം തൃപ്തികരമാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്ന ഒരു വൈറ്റൽ മെട്രിക് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചിലപ്പോൾ നമുക്ക് എൻക്വയറി നടത്തി അളന്നു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ആ ഒരു ഹെൽത്ത് കെയർ സെന്റർ എന്ന് പറയുന്നത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സെന്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ്. ഓക്കെ, ഡാഷ് ഇസ് എ വൈറ്റൽ മെട്രിക് ടു എന്താണ് സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ? മെട്രിക് സ്കെയിൽ എന്തൊക്കെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. കാരണം അവര് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് കെയർ സേവനമാണ് അവിടെ ലഭ്യമാകുന്നത്. Okay, with the help of a patient satisfaction survey, continuous measuring of a patient satisfaction and enhancing patient experience can be achieved. Okay, നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവേ നടത്തിയിട്ട് അല്ലെ അവരോട് ചോദിക്കാവുന്ന ഡോക്ടറുടെ സേവനമാണോ, നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തോ നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു അവരുടെ അവരോട് എങ്ങനെ നിങ്ങളോട് സഹകരിച്ചോ, അല്ലെങ്കിൽ കൃത്യസമയത്ത് നിങ്ങൾക്ക് റിസൾട്ടുകൾ നേടാൻ സാധിച്ചോ, അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സർവേ ഒക്കെ നടത്തി അല്ലെ അവരോടൊക്കെ ചോദിച്ചറിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് മെഷർമെന്റ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഭേദഗതികൾ വരുത്തും അല്ലെ, അവിടെ എന്തെങ്കിലും മോശം അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ സ്വീകരിക്കും. അതിനനുസരിച്ചിട്ട് പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്തു വീണ്ടും ഈ കണ്ടിന്യൂസ് സർവേയില് വീണ്ടും കണ്ടിന്യൂസ് സർവേയുടെ ഭാഗമെന്നോണം വീണ്ടും സർവേ നടത്തുന്നു, അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ആരായുന്നു, അവർ തീർച്ചയായിട്ടും ആൻസറുകൾ പറയുന്നു. then അവസാനം അവര് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഹോസ്പിറ്റല് നന്നായിട്ട് പ്രോപ്പറായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വീണ്ടും എന്താ പറയാ, it's a valuable tool to catch patient feedback without much effort. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഈ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് കാര്യക്ഷമമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഫീഡ്ബാക്ക് അറിയാൻ പറ്റുന്ന ടൂൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് അല്ലെ. അപ്പൊ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. That is a valuable tool to catch patient feedback without much effort. ഒരുപാട് എഫേർട്ട് ഇല്ലാതെ തന്നെ അവിടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സുകളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. Okay, then വീണ്ടും നോക്കാം. Patient satisfaction was evaluated by a questionnaire developed with the patients which gathered information about the time spent at appointments, travel cost, and
perception of a quality of a service, etc. ഓക്കെ, നമ്മളിപ്പോ അല്ലെ അവരിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് നോക്കുമ്പോൾ അല്ലെ അവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്സിൽ ഒരുപാട് സമയം നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ ട്രാവലിംഗ് കോസ്റ്റ് ഇവിടെ വരെ എത്തിപ്പെടാൻ അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എളുപ്പമായിരുന്നോ, അപ്പോൾ ഒരുപാട് കോസ്റ്റ് എടുത്തിട്ടാണോ നിങ്ങൾ എവിടെ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങളുടെ പെർസെപ്ഷൻ അല്ലെ നിങ്ങളുടെ ധാരണകൾ എന്തൊക്കെയാണ്, നല്ല സർവീസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ നടത്തി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പേഷ്യൻസിൽ നിന്ന് ഇൻഫോർമേഷൻസ് അല്ലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളപ്പോ അവർ പറയുന്ന അല്ലെ പേഷ്യൻസ് പറയുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ കറക്ഷൻ ആയിട്ട് നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. അവിടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പേഷ്യൻസ് വരാൻ തുടങ്ങും. ഹോസ്പിറ്റൽ നന്നായിട്ട് റൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, വീണ്ടും അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. Patient satisfaction survey are a vital way to scale how your patients feel about their experience with your practice. Okay, പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, വൈറ്റ് സ്കെയിൽ ആണ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു സ്കെയിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നടത്തുക എന്നുള്ളത്. പേഷ്യന്റിന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും അവരുടെ അനുഭവത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുന്നത്. Satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. Okay, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഏത് പേഷ്യൻസ് ആണ് മറ്റുള്ളവരെയും കൂടി നമ്മളെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ആഗ്രഹം അല്ലെ സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് പേഷ്യൻസ് ആയിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും അല്ലെ. നമുക്കിപ്പോ ഒരു വയ്യായ്ക വന്ന് എന്തെങ്കിലും ചിലപ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഒരു ചിലവ് വന്നപ്പോൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയപ്പോ പെട്ടെന്ന് അത് അവർ പറഞ്ഞതനുസരിച്ചിട്ടൊക്കെ എളുപ്പം സുഖമായി അല്ലെ, എങ്കിൽ നമ്മൾ അറിയും എന്താണ് ആ ഡോക്ടറുടെ സേവനം നല്ലതാണ്. ഓക്കെ, ഇനി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കസിൻസിനോ എന്തെങ്കിലും റിലേറ്റീവ്സിനൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് റെക്കമെൻഡ് ചെയ്യും അല്ലെ, ആ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ്, നല്ല സേവനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. മറ്റുള്ളവരെ കൂടി പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ എ കംപ്ലൈൻസ്. സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേസ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമുക്ക് ചീറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് റിസൾട്ട് കിട്ടിയെങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കും അല്ലെ, തയ്യാറാണ് എവിടെയെങ്കിലും പോയി കംപ്ലൈന്റ് കൊടുക്കും. ഇത് ഒരുപാട് സമയം എടുത്ത് ഞങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരുപാട് പൈസ അല്ലെ കൂടുതലായിട്ടുള്ള എക്സ്പെൻസ് ഈടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈന്റ് കൊടുക്കും. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള കംപ്ലൈന്റ് കുറവായിരിക്കും അല്ലെ, ശരിയല്ലേ? തൃപ്തികരമാണെങ്കിൽ അവര് എന്തെങ്കിലും കംപ്ലൈന്റിന് മുൻകൈ എടുക്കുമോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ഹോസ്പിറ്റല് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് ആയിട്ട് കയ്യിലാക്കി തന്നെ പോകേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി. ഇത് വീണ്ടും അത് തന്നെയൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് എന്ത് ക്വാളിറ്റിക്ക് അല്ലെ ഗുണമേന്മയുടെ കാര്യത്തിലും patient satisfaction ആണ് പ്രധാനപ്പെട്ട പാരാമീറ്റർ എന്ന് പറയുന്നത്. The measurement of patient satisfaction is an important tool for research, administration and planning. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻ കേസ് ഇതിനെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ അല്ലെ ഒരു സർവേ നടത്തുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നത് അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ അവിടെ ഭയങ്കര ഡ്യൂട്ടി ടൈറ്റ് ആണെങ്കിൽ അവിടെ ആരെങ്കിലൊക്കെ ചിലപ്പോൾ അഡീഷണൽ ആയിട്ടൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ എന്തെങ്കിലും ഭേദഗതികളൊക്കെ അല്ലെ സമയക്രമത്തിലൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ ഭേദഗതിയിലൊക്കെ വരുത്തേണ്ടി വരും. അതല്ലെങ്കിൽ അല്ലെ നമ്മളിപ്പോ അറിയാം ചിലപ്പോഴൊക്കെ ഒരുപാട് അല്ലെ ഒരു സീസൺ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴെന്താണ് ചില ഏരിയകളിൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ. കുട്ടികളുടെ ഒരു ഏരിയയിലൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആദ്യത്തെ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോൾ എന്താണ് അവര് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ ആണെങ്കിൽ ഇച്ചിരി കൂടിയും ഒരു വിപുലീകരിക്കും അല്ലെ, അവിടുത്തെ കുറച്ച് വർക്കുകളൊക്കെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വിപുലീകരിക്കും. കാരണം അതിന്റെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അല്ലെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമോ അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നത് അവര്
തൃപ്തികരമാണോ അല്ലയോ, അല്ലെ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ആരാഞ്ഞിട്ടത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അല്ലെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ദ മെഷർമെന്റ് ഓഫ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിസർച്ച്. അല്ലെ അവിടെ ഗവേഷണം നടത്തുന്നതിനും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനും അല്ലെങ്കിൽ പ്ലാനിങ് അല്ലെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആസൂത്രണങ്ങളൊക്കെ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതും റയറായിട്ടൊക്കെ ചോദ്യങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ലാസ്റ്റ് അല്ലെ ലാസ്റ്റൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് വളരെ റയറായിട്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ decisive index for ascertaining the quality service and the way in which they are given by medical staff. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അവിടെ തീർച്ചയായിട്ടും അതൊരു അളവ് പോലാണ് അല്ലെങ്കിൽ അളവ് സൂക്ഷിക്കുകയാണ് അല്ലെ. തീർച്ചയായിട്ടും നല്ലൊരു സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഒരു അളവ് സൂക്ഷിക്കുകയാണ് എന്ന് പറയുന്നത് ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫ് മിക്കവാറും പൊതുവെ നമുക്കറിയാം അത് തീർച്ചയായിട്ടും ലഭ്യമാകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കലിൽ സേവനം ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളിൽ നിന്നാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഓരോ പേഷ്യന്റിനും ലഭ്യമാകുന്നത് അല്ലെ. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ് are the main determinants of overall satisfaction in hospitalized patients. ഓക്കെ, നമ്മളിപ്പോ ഹോസ്പിറ്റലില് അല്ലെ ഔട്ട്പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ഒക്കെ ആയിട്ടാണെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പല വ്യക്തികളുടെ സേവനങ്ങൾ നമ്മൾ കരസ്ഥമാക്കുന്നുണ്ട് അല്ലെ. ഫ്രണ്ട് ഓഫീസ് തുടങ്ങി അല്ലെ ഡോക്ടറിന്റെയും നഴ്സുമാരുടെയും അതേമാതിരി തന്നെ ഡോക്ടർ കോഫി അല്ലെ ക്യാബിൻ സർവീസുകൾ ലഭ്യമാക്കുന്നുണ്ട്. അക്കൗണ്ടിംഗ് സെക്ഷനിലെ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്. ഫാർമസിയിൽ നമുക്ക് മെഡിക്കൽ സംഭവങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ എക്യുപ്മെന്റ് അല്ലെ അവിടെ നമ്മുടെ രോഗനിർണയം വേണ്ടി അല്ലെ ഡയഗ്നോസിസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ വിവിധ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അവിടെ സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അപ്പൊ ഈ എല്ലാ ഏരിയയിലും സംതൃപ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഓരോ പേഷ്യന്റിനും ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെ. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ അല്ലെ. ഒരു ഡോക്ടറിന്റെ സേവനം തൃപ്തികരമാണ് എങ്കിൽ അത് മാത്രം കൊണ്ട് ഒരു പേഷ്യന്റ് തൃപ്തിയാകുന്നില്ല അല്ലെ. അവിടെയുള്ള എല്ലാ വർക്കേഴ്സിന്റെയും, അതുകൊണ്ടാണ് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ, നഴ്സസ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസ് ആർ ദ മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻ ഹോസ്പിറ്റൽ പേഷ്യൻസ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാവരുടെയും സർവീസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ലഭ്യമാകണം അല്ലെ. അവിടെ ഹൗസ് കീപ്പിംഗ് വ്യക്തികൾ അവിടെ നീറ്റ് ആൻഡ് ടൈഡ് ആക്കിയില്ലെങ്കിലും അതും ബുദ്ധിമുട്ടാണ് അല്ലെ. ഇവിടെ ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിഷൻ ആയിട്ടും ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ട് ബെഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെ അവിടെ എന്താണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഡെയിലി അത് ക്ലിയർ ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തൃപ്തികരമല്ലാത്ത അവസ്ഥ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റാഫും ഒറ്റക്കെട്ടായിട്ട് നല്ല സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. വീണ്ടും നോക്കാം. ഓക്കെ അല്ലേ, ഫസ്റ്റ് പോയിന്റ്. Then second one നോക്കാം. The patient satisfaction is of
predominant importance in ensuring better quality on the way of total quality management. Since the patient, the customer is the one who decides the quality, who receives the good or service, who persuades the other to accept it. Then who decide your market strategies. Okay, the patient satisfaction is a predominant importance in ensuring better quality. എപ്പോഴും നമുക്ക് എന്താണ് അവിടെ ഒരു ക്വാളിറ്റിക്ക് പ്രാധാന്യം വേണം അല്ലെ. നല്ല ഒരു ഗുണമേന്മയുള്ള ഒരു സർവീസ് ആണ് തീർച്ചയായിട്ടും അവിടെ പേഷ്യന്റിന് ലഭ്യമാക്കേണ്ടത്. അങ്ങനെ ഗുണമേന്മ ലഭ്യമാക്കണമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റാഫുകളും നല്ല സേവനങ്ങൾ തന്നെ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? പേഷ്യന്റ് അല്ലെ. അവിടെ പേഷ്യന്റിന് നല്ലൊരു ഗുണമേന്മയുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള സ്റ്റാഫുകളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. സിൻസ് ദ പേഷ്യന്റ് ഈസ് ദ വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി അല്ലെ. അതിൽ ആരാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഒക്കെ നല്ലത് തരുന്നത്? നമ്മൾ നേരത്തെ കണ്ട സ്റ്റാഫുകളൊക്കെ തന്നെ അല്ലെ. ഹു റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ഓർ സർവീസസ്. ഓക്കെ, ആരാണ് ശരിക്കും ഇവിടെ കൈപ്പറ്റുന്നത്? ഈ സർവീസുകളൊക്കെ ആരാണ് കൈപ്പറ്റുന്നത്? തീർച്ചയായിട്ടും പേഷ്യൻസ് ആണ് അവിടെയുള്ള സർവീസുകളെല്ലാം കൈപ്പറ്റുന്നത്. Then who pursues the other to accept it? Okay, മറ്റുള്ളവരെ കൂടി ഈ ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പ്രേരിപ്പിക്കുന്നത് ആരാണ്? ആരായിരിക്കും? ഈ ഹോസ്പിറ്റലിലേക്ക് മറ്റുള്ളവരും കൂടി വരണമെന്ന് പ്രേരിപ്പിക്കുന്ന, പർസ്യൂട്ട്സ് ചെയ്യുന്നത് ആരായിരിക്കും? ആരായിരിക്കും? നമ്മളൊരു പേഷ്യന്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ലൊരു സേവനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. മറ്റുള്ളവരെയും കൂടിയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റുള്ളവരെയും കൂടി വരാനായിട്ട് പ്രേരിപ്പിക്കും അല്ലെ. പ്രേരിപ്പിക്കില്ലേ? പ്രേരിപ്പിക്കോ? വരും അല്ലെ. അപ്പൊ പേഷ്യൻസ് ആണ് മറ്റുള്ളവരെ കൂടി വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് തീരുമാനിക്കുന്നവരാണ് പേഷ്യൻസ്. അതേമാതിരി തന്നെ നല്ല സർവീസ് സ്വീകരിക്കുന്നത് ആരാണ്? പേഷ്യൻസ്. അതേമാതിരി തന്നെ മറ്റുള്ളവരെ കൂടി വരാൻ പ്രേരിപ്പിക്കുന്നമാര് തന്നെയാണ് പേഷ്യൻസ് ആണ്. Then who decides your market strategies, who provide correct feedback about the performance of the hospital. അതായത് മാർക്കറ്റിലെ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുക്കുന്നത് പേഷ്യൻസ് തന്നെ. കാരണം അവരായിരിക്കും പറയുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇതൊന്നും ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും 1/1 ആയിട്ട് കയറാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. അല്ലെങ്കിൽ നേരത്തെ കൂട്ടി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇന്ന സമയത്ത് വരണമെന്നുള്ള മെസ്സേജ് എങ്കിലും അയക്കണം. അങ്ങനെയൊക്കെയുള്ള രീതികൾ, അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളൊക്കെ പേഷ്യൻസ് തന്നെയായിരിക്കും ഷെയർ ചെയ്തില്ലേ. അവരുടെ ബുദ്ധിമുട്ടുകൾ, പേഷ്യൻസിന്റെ പ്രോബ്ലംസുകൾ അവരായിരിക്കും ഷെയർ ചെയ്തിട്ട് അവരോട് സർവേ ചെയ്താൽ മാത്രമാണ് അവർ അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള മാറ്റേഴ്സുകളൊക്കെ തന്നെ അവർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹു പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് നേരത്തെ പറഞ്ഞ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉള്ള ഫീഡ്ബാക്കുകൾ പറഞ്ഞു തരുന്നതും പേഷ്യൻസ് തന്നെയാണ്. ആൻഡ് മേക്ക് സക്സസ് ദ പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ നമുക്കറിയാം ഇവര് പറഞ്ഞു കൊടുക്കുന്ന, പേഷ്യൻസ് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുക്കുന്നത്. അതനുസരിച്ചിട്ടാണ് സക്സസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഒരു മാനേജ്മെന്റ് ആയിട്ട് തീരുമാനങ്ങളൊക്കെ എന്താണ് മുകൾ തലത്തിൽ നിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ കണ്ടു പലതരത്തിലുള്ള അല്ലെ ഘടകങ്ങൾ അവിടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് തുടങ്ങി പല വിഭാഗങ്ങളും നല്ല സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് പറഞ്ഞു. വീണ്ടും എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു, ഈ ഇത്തരത്തിലുള്ള എല്ലാ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള മാറ്റേഴ്സ് അല്ലെ അതെല്ലാം തന്നെ പേഷ്യൻസിൽ നിന്നാണ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത്, അവരാണ് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നത്, അവരാണ് ഫീഡ്ബാക്കുകൾ കൃത്യമായിട്ട് തരുന്നത്, അവരിൽ നിന്നാണ് സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എന്താണ് ക്വാളിറ്റി ആയിട്ടുള്ള മാനേജ്മെന്റ് രൂപപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പേഷ്യൻസിൽ നിന്നാണ്. ഓക്കെ, വീണ്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് സൈൻ of how the patient has recognized the other qualitative aspect of
care and can be used as a substitute measure of those aspects. ഓക്കെ, അവിടെ വീണ്ടും പറയുന്നുണ്ട് ഗുണനിലവാരം അല്ലെ, ഗുണനിലവാരത്തിന് എങ്ങനെയാണ് അത് തിരിച്ചറിയണം അല്ലെ, അത് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഗുണനിലവാരം ഉള്ളതാണോ അല്ലെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടണം, ആ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കിട്ടണം അല്ലെ. അപ്പൊ ഒരു പകരം അല്ലെ, ഒരു പകരം സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി എങ്ങനെയുള്ള ഒരു ക്വാളിറ്റി സർവീസ് ആണെന്ന് പറയുന്നണമെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത്. ഗുണനിലവാരം ഉറപ്പാക്കണമെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയറാവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 2-3 പോയിന്റ് കവർ ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ patient satisfaction is a requirement for attaining the goals of healthcare since it influences the patient's decision to follow prescribed treatments and seeks the professional healthcare in the future. ഓക്കെ, നമ്മളെപ്പോഴും എന്താണ്, തീർച്ചയായിട്ടും എപ്പോഴും ഒരു അല്ലെ ഫ്യൂച്ചറിലെ ഭാവിയെ മുൻകൂട്ടി കാണേണ്ടത് ആവശ്യമാണ് അല്ലെ. ഭാവിയിൽ ചില നിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റുകളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകണമെങ്കിൽ അത് ഇപ്പോഴേ തുടങ്ങി അതിന്റെ ബേസ് ലൈൻ നോക്കണം അല്ലെ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾ ഓഫ് എ ഹെൽത്ത് കെയർ സിൻസ് ഇറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യൻസ് ഡിസിഷൻസ്. എപ്പോഴും പേഷ്യന്റിന്റെ തീരുമാനങ്ങളോടൊപ്പം തന്നെ ഫോളോ ചെയ്താൽ മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പല പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവരോട് പറയും ഇന്ന ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളിപ്പോ പെട്ടെന്ന് തന്നെ ചിലപ്പോ അല്ലെ ഒരു എന്താണ് നമ്മൾ പറയും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് സാധാരണ രീതിയിലുള്ള നോർമൽ മെഡിസിൻസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കും ഇല്ലേ, കൊടുക്കാറില്ലേ? ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്നത് പേഷ്യന്റിനും കൂടി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സാവകാശം കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇപ്പൊ തന്നെ ആന്റിബയോട്ടിക് ഇടേണ്ടതില്ലല്ലോ അല്ലെ, നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഒരു ഇന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി, നമുക്ക് അങ്ങനെ നോക്കാം അല്ലെ. അപ്പൊ അവരെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യണമെങ്കിൽ അവരെയും കൂടി ഒരു പങ്കാളിയാക്കിയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ റിക്വയർമെന്റ് ഓഫ് അറ്റൈനിങ് ഗോൾ ഓഫ് ഹെൽത്ത് കെയർ ഇൻഫ്ലുവൻസ് ദ പേഷ്യന്റ് ഡിസിഷൻ. അവരുടെ ഡിസിഷൻസിനെയും കൂടി പ്രചോദിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് മുൻകരുതലായിട്ട് അല്ലെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. ആൻഡ് സീക്ക് ദ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ഇൻ ഫ്യൂച്ചർ. അപ്പൊ ബാക്കി നമുക്കറിയാം അവരെന്താണ്, ഓക്കെ നമുക്ക് അതനുസരിച്ചിട്ട് തന്നെ അവരുടെ ഭാവിയിൽ ഉണ്ടാവുന്ന ട്രീറ്റ്മെന്റിലേക്കും അവര് പങ്കാളിയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഒറ്റയടിക്ക് അവരുടെ ഒരു അഭിപ്രായം അവരോടുള്ള താല്പര്യം ചോദിക്കാതെ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരില്ല. Patients can evaluate the quality of care they get as they pay attention to all components of care, science of medicine, the art of care, and the amenities of care. Okay, അവിടെ പ്രധാനമായിട്ടും പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ എന്താണ്, നമുക്ക് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള മെഡിസിന്റെ നമുക്കറിയാലോ ഇപ്പോഴത്തെ കാലഘട്ടത്തില് മെഡിസിൻ എന്താണ്, ആന്റിബയോട്ടിക് എന്താണ്, ഈ ട്രീറ്റ്മെന്റ് എന്താണ്, ഒരു ഓപ്പറേഷൻ തന്നെ പലതരത്തിലുള്ള ഓപ്പറേഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു നോളജ് രോഗികൾക്കും ഉണ്ട് ഉണ്ടാവില്ലേ. ഇപ്പൊ പണ്ടത്തെ ഡോക്ടർ പറയുന്നത് മാത്രം അങ്ങനെ അച്ചടിക്കുന്ന മാതിരി കേൾക്കുന്ന ഒരു മനോഭാവമായിരിക്കില്ല എല്ലാ പേഷ്യൻസിനും അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ മനോഭാവങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം അവരുടെ പരിചരണം അല്ലെങ്കിൽ പരിചരണ സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ വിലയിരുത്തി പോകേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാ പറയുന്നത് എന്താണ്, പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ ദേ ഗെറ്റ് ആസ് ദേ പേ അറ്റൻഷൻ ടു ഓൾ കമ്പോണൻസ്. എല്ലാ കമ്പോണൻസിലും പേഷ്യന്റ് അറ്റൻഷൻ ശ്രദ്ധാലുക്കളായിരിക്കും. അവര് എന്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇത് പറഞ്ഞോണം മെഡിസിന്റെ കാര്യത്തിൽ അല്ലെ, അവര് ഇന്ന മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് മെഡിസിൻസ് വരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം കഴിക്കാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് വൈദ്യശാസ്ത്രത്തിനെ കുറിച്ചിട്ട് ഒരുപാട് അവയർനെസ് ഇല്ലെങ്കിൽ കൂടി
സെർച്ച് ചെയ്ത് കണ്ടെത്താനൊക്കെ ആയിട്ടുള്ള നോളജ് വരെ ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പൊ പേഷ്യൻസ് അതിനൊക്കെ ഉള്ളൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മാത്രമായിരിക്കും ഇവരോടൊപ്പം നിന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അതേമാതിരി തന്നെ ദ ആർട്ട് ഓഫ് കെയർ ആൻഡ് ദ അമ്യൂണിറ്റീസ് ഓഫ് കെയർ എന്ന് പറയുമ്പോൾ പരിചരണ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പരിചരണത്തിന്റെ രീതികൾ ഇതെല്ലാം തന്നെ ഏത് മെഡിസിൻ ആണ്, ഏത് ട്രീറ്റ്മെന്റ് ആണ്, ഇതിനെല്ലാം തന്നെ ഒരു നേരത്തെ കൂട്ടിയ ഒരു ഫുൾ അറ്റൻഷൻ, ഒരു പ്രത്യേക ശ്രദ്ധ ഓരോ പേഷ്യൻസും അർപ്പിച്ചതിന് ശേഷമാണ് ഇതിനോടൊപ്പം തന്നെ പങ്കാളിയാവുന്നത്. വീണ്ടും ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ questionnaire asked response general questions in connection with the reception or administration, hospital cleanliness, signage, hospital food, etc. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആവണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. എന്താണ്, പൊതുവെ നമുക്കറിയാം അല്ലെ, അവിടെ എല്ലാ കാര്യങ്ങളുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമ്മൾ ഓരോ സ്റ്റാഫിന്റെ കാര്യങ്ങളിൽ എടുത്തു പറഞ്ഞ മാത്രം തന്നെ അവർക്ക് സൗകര്യങ്ങളുടെ കാര്യത്തിലും പ്രാധാന്യമുണ്ട് അല്ലെ. ഇപ്പൊ ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ കണക്ഷൻ വിത്ത് റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അവിടെ നമ്മൾ ഉണ്ടാവുന്ന റിസപ്ഷൻ കൗണ്ടറിൽ എത്രത്തോളം നല്ല നേച്ചറാണ് അല്ലെ, അവരുടെ രീതികളൊക്കെ എങ്ങനെയാണ്, ഹോസ്പിറ്റൽ ക്ലീൻലൈൻസ് തീർച്ചയായിട്ടും നീറ്റ് ആൻഡ് ടൈഡി ആണോ, സിഗ്നേജ് നമുക്കറിയാം ആകെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള നമുക്ക് ചില വ്യക്തികൾ പേഷ്യൻസ് ഒക്കെ ചില ഹോസ്പിറ്റലൊക്കെ തെരഞ്ഞെടുക്കുന്നതിന്റെ തെരഞ്ഞെടുക്കാൻ മടി കാണിക്കുന്നത്. അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ്, എവിടേക്കാണ് പോണത്, എവിടേക്കാണ് തിരിച്ചു വേണ്ടിയെന്ന് ഒരു തരത്തിലും അറിയാൻ പറ്റില്ല. വേണ്ട, നമുക്ക് ആ ഹോസ്പിറ്റൽ വേണ്ട, ഇന്ന ചെറിയ ഹോസ്പിറ്റൽ മതി, അപ്പൊ തിരിച്ചു അല്ലെ. ഒരു പ്രായം കഴിഞ്ഞ വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ഹോസ്പിറ്റലിൽ പോയി അല്ലെ, ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് മറ്റു വ്യക്തികളെ നിർത്താനായിട്ട്, ഫുഡ് നിർത്താനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രായമായവര് തന്നെയായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് നിർത്തുന്നത്. അവർക്ക് ആകെ എന്താണ്, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ ദിശയൊക്കെ തെറ്റി പോകുന്നത് കൊണ്ട് തന്നെ അവര് പറയാം നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, ഇന്ന ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ മതി, കാരണം അവിടെ വലിയ കുഴപ്പമില്ല, പുറത്തു പോയാൽ തിരിച്ചു വരാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതി അല്ലെ അവർക്ക് അറിയാൻ പറ്റുന്നുള്ളത്. അപ്പൊ അവിടെ സിഗ്നേച്ചറിന് പ്രാധാന്യമുണ്ട് അല്ലെ, അവിടെ കൃത്യമായിട്ട് തന്നെ അവര് എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സാൻപുകളൊക്കെ ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ടും വഴിതെറ്റാതൊക്കെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ തൃപ്തികരമാണെങ്കിൽ ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവിടുത്തെ തന്നെ അവിടുത്തെ ഫുഡ് ഫെസിലിറ്റീസും കാര്യങ്ങൾക്കൊക്കെ അല്ലെ, നമുക്കറിയാം ചിലപ്പോ ഒക്കെ പുറത്ത് പോയി കഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ അതൊക്കെ ചില പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന അല്ലെ വിസിറ്റേഴ്സിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാകും. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. Patient satisfaction service important from the view of improvement of quality of the service and to achieve the maximum satisfaction of the inpatients. കിടപ്പ് രോഗികൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഞാൻ എടുത്ത് പറയാൻ കാരണം അവിടെ കിടപ്പ് രോഗികൾക്കൊക്കെയാണ് സിഗ്നേച്ചർ ഒക്കെ വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ കാറ്റഗറി സർവീസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സേവനമായിട്ട് വേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഗുണമേന്മയുള്ള സർവീസുകൾ ലഭ്യമാകുമ്പോൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൂടി കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി കൊടുത്താൽ മാത്രമാണ് അവരത് കൃത്യമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നോക്കിയിരുന്നോ?
കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പൊ ഇത്രയും വിവരിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളത് അല്ലെ. ഫസ്റ്റ് പോയിന്റ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് അതിന്റെ കേന്ദ്രം അല്ലെ, അവിടെ പ്രധാനമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് അല്ലെ. പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് അത് കേന്ദ്ര കഥാപാത്രമായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. പേഷ്യൻസ് ഉണ്ടെങ്കിലാണ് ഹോസ്പിറ്റലിന് എന്താണ് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും അല്ലെ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആക്കിയാൽ മാത്രമാണ് പേഷ്യന്റ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ശക്തമായ നിർണായക ഘടകമാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക്. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡോക്ടറിന്റെ സേവനം നല്ലതാണ് ആയിരിക്കാം, പക്ഷെ മറ്റ് ഏതെങ്കിലും ഓഫീസുകളുടെ സേവനങ്ങൾ ലഭ്യമല്ലായെങ്കിൽ അല്ലെ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ വരാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് അല്ലെ, നല്ല നിലപാടുകൾ, നല്ല കാര്യങ്ങൾ അല്ലെ, നിർണായക ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഓരോ ഓഫീസിലും ചിലപ്പോൾ ആണെങ്കിൽ ഇന്ന ഓഫീസിലെ സേവനമാണ് ഡിസാറ്റിസ്ഫാക്ഷൻ എങ്കിൽ അവിടെ ഒരു കറക്ഷൻ നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പോകണമെങ്കിൽ ഒരു നല്ല നിർണായക ഘടകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തിന് മോശമുണ്ടെങ്കിൽ ആ ഘടകത്തിനെ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് അല്ലെ, നല്ല നിലപാടുകൾ നിർണായക ഘടകമായിട്ട് കൊണ്ടുപോകും ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളിലെ നിർണായക ഘടകങ്ങളായിട്ട് ശക്തി പ്രാപിച്ചു കൊണ്ടുപോകാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവിടെ ഫസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടത്. Then ultimate goal of the hospital is the contentment of its customer. എന്താണ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? അതായത് കണ്ടന്റ്മെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനദർ നെയിം ഓഫ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു അനദർ നെയിം ആണ് കണ്ടന്റ്മെന്റ്. അതായത് സംതൃപ്തി അല്ലെ, കസ്റ്റമറിന്റെ അവിടെയുള്ള പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഗോളാണ്. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ലക്ഷ്യം നേടിയെടുക്കുന്നല്ലോ. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെയുള്ള പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുക. അപ്പൊ ഏറ്റവും വലിയ ഒരു ഗോൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ്മെന്റ് ഓഫ് ദ കസ്റ്റമർ, അതായത് സംതൃപ്തി, അവിടെയുള്ള ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യന്റ് ആൻഡ് ഫാമിലീസ് ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ദ സ്റ്റാഫ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മളിപ്പോ ആ പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പേഷ്യന്റിനോടൊപ്പം തന്നെ റിലേറ്റ് ചെയ്യുന്ന ഫാമിലിയും കൂടി സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. ഇപ്പൊ ഒരു പാരന്റിനെ കൂടുതൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ പാരന്റ് സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാണ് എങ്കിൽ അവരുടെ ഫാമിലിയും തൃപ്തികരമാണ് അല്ലെ. പേഷ്യന്റിന് നല്ല സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നതെങ്കിലാണ് ഫാമിലി തൃപ്തികരമല്ലാത്തത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഫാമിലി തൃപ്തികരമാകണമെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. Also positive outcome for the staff, the community and the health organization അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് എല്ലാവരും അല്ലെ ഇത്തരത്തിലുള്ള ഫാമിലി നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എന്താണ് എല്ലാവരിൽ നിന്നും നല്ലൊരു ഔട്ട്കംസ് ഉണ്ടാവണം അല്ലെ. അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളിൽ നിന്നും നല്ലൊരു ഔട്ട്കംസ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷന്റെ എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളിൽ നിന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെ. ഒരുപോലെ ലേബർ റൂം ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ലബോറട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ ഇൻ കേസ് അല്ലെ അവരുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവരിൽ നിന്നെല്ലാം നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. Patient satisfaction builds on workers' motivation, dedication and duty towards the patients. Okay, വീണ്ടും എടുത്ത് പറയുന്നത് എന്താണ്, നമ്മൾ എന്തെങ്കിലും അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അല്ലെ അവിടെ പ്രധാനമായിട്ട് എന്താണ് അവിടെ മോട്ടിവേഷൻ വേണം അല്ലെ. വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്.
അതായത് അവിടെയുള്ള വർക്കേഴ്സ് നല്ല മോട്ടിവേഷൻ അല്ലെ, അവർക്ക് ഒരു തൃപ്തികരമല്ലാത്തൊരു അന്തരീക്ഷമാണ് ലഭ്യമാകുന്നതെങ്കിൽ അവരെന്താണ് പേഷ്യൻസിനെയും ആ ഒരു രീതിയിലായിരിക്കും കൈകാര്യം ചെയ്തത് അല്ലെ. നഴ്സുമാരെ ഓവർ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് അവർക്ക് മതിയായ സാലറി ഒന്നും കൊടുക്കാതെ എന്താണ് അവരുടെ റിസൾട്ട് എന്ന് പറയുന്ന പേഷ്യന്റിനെ ശുശ്രൂഷ ചെയ്യുന്നവർ തൃപ്തികരമല്ലാത്ത രീതിയിലായിരിക്കും അവർ ഡ്യൂട്ടി ചെയ്തത് അല്ലെ. ശരിയല്ലേ? ശരിയാണോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ വർക്കേഴ്സിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, നല്ല രീതിയിലുള്ള അന്തരീക്ഷങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണ് ഈ പറഞ്ഞോണം വർക്കേഴ്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംതൃപ്തമായ അന്തരീക്ഷം, അവർക്ക് അതിനുള്ള പ്രചോദനം ലഭ്യമാകേണ്ടതുണ്ട്. ഡെഡിക്കേഷൻ ആൻഡ് എന്താണ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്, അവര് നന്നായിട്ട് അല്ലെ അർപ്പണ ബോധത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കണമെങ്കിലാണ് പേഷ്യൻസിന് അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള സേവനങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അതിന്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകൾ ഒക്കെ ആയിട്ട് നല്ല തൃപ്തികരമായിട്ട് വർക്ക് ചെയ്യണം, അവിടെയുള്ള ഫെസിലിറ്റീസ് നല്ല ഗുണനിലവാരമായിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കണം ലഭ്യമാക്കേണ്ടത്. ഓക്കെ അല്ലേ? വിചാരിച്ച ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് മനസ്സിലാക്കി വെക്കുക, പോയിന്റ്സുകളൊക്കെ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഭാഗത്തേക്ക് കുഴപ്പമില്ലല്ലോ, ഒരു പോയിന്റിലേക്കും കൂടി പോകും. ഇനി ഇതില് പഠിക്കാനുള്ള നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷർ. ഇപ്പൊ കാലം കണ്ടിന്യൂ ചെയ്യാലോ. അപ്പോ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, അതിലെ പ്രധാനപ്പെട്ട മെഷർമെന്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കണ്ടു അതിന്റെ പ്രാധാന്യത്തിന് കാരണം എന്താണെന്ന്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്കെയിൽ ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. നമ്മൾ നേരത്തെ കണ്ട പോയിന്റാണ് അത്, ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ പോയിന്റാണ്. കാരണം അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ അല്ലെ, സ്കെയിൽ ടു മെഷർ, നമ്മൾ അളക്കാനുള്ള ഒരു അളവുകോൽ എന്ന് പറയുന്നത് അല്ലെ. ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയറിനെ നമ്മൾ അളക്കാനുള്ള ഒരു അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. With the help of a patient satisfaction surveys, continuous measuring of a patient satisfaction and the improving patient experience can be attained. നമുക്കറിയാം ഒരു പ്രാവശ്യം സർവേ നടത്തിയിട്ട് ചില ഇൻഫോർമേഷൻസ് കിട്ടി, ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് എന്താണ് ചില ഭേദഗതികളൊക്കെ വരുന്നത് അല്ലെ. അതിനുശേഷം വീണ്ടും എന്താണ് അവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ വഴി എൻക്വയറി നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അവര് തൃപ്തികരമായിട്ടുള്ള ഒരു ആൻസറുകൾ പറയും അല്ലെ. അങ്ങനെ ഒരു കറക്ഷൻ വരുത്തിയില്ല എങ്കിലും തീർച്ചയായിട്ടും എന്താണ് അവരത് അല്ലെ കറക്ഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മറ്റുള്ളവരെയും അറിയിക്കുമോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ഡോക്ടർ ആണെങ്കിൽ ലേറ്റ് ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിൽ എടുക്കുന്ന അല്ലെ ഒ പി ടിക്കറ്റ് ഒക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ കൈകളിൽ എത്തിപ്പെടുള്ളൂ. അങ്ങനെ ഒരുപാട് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കുറവാണ്, അങ്ങനെയൊക്കെയുള്ള അല്ലെ. അപ്പൊ കറക്ഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണ്ടിന്യൂസ് മെഷർമെന്റ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുള്ളൂ. ഒരു പ്രാവശ്യം മെഷർമെന്റ് എടുത്ത് അവിടെ എന്തെങ്കിലും കറക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ കറക്ഷനൊക്കെ നടത്തി വീണ്ടും മെഷർമെന്റ് എടുത്ത് അങ്ങനെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർമെന്റ് എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു സംതൃപ്തികരമായിട്ടുള്ള പേഷ്യന്റിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Then it is an invaluable tool to catch patient feedback without much effort. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഒരു വാല്യുബിൾ അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ സാറ്റിസ്ഫാക്ഷൻ നടക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് അല്ലെ. ഇനി വീണ്ടും 5 reasons why you should measure patient satisfaction. എന്തുകൊണ്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് പറയുന്ന കാര്യമാണ്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. നിങ്ങൾ ആ പോയിന്റ്സുകൾ ജസ്റ്റ് മാത്രം നോക്കാം. നെക്സ്റ്റ് വിവരണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം, ടു പ്രൊവൈഡ് ടോപ്പ്
ഹയർ പേഷ്യന്റ് കെയർ സർവീസ്, അതായത് ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ മറ്റെന്ത് കാര്യമാണെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കണം എന്നായിരിക്കും ഏതൊരു പേഷ്യന്റ് ആഗ്രഹിക്കും അല്ലേ. അല്ലേ, അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. എന്തെങ്കിലും അസുഖം വരുമ്പോൾ എത്രയും പെട്ടെന്ന് രോഗം മാറണമെന്ന് അല്ലെ. അപ്പൊ മറ്റ് ഏത് സൗകര്യത്തെക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അസുഖം എത്രയും പെട്ടെന്ന് മാറണം. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്, നല്ല ഒരു പേഷ്യന്റിന്റെ സർവീസ് ലഭ്യമാകുന്ന കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ഓക്കെ, നമ്മൾ അതായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനപ്പുറം നമുക്കറിയാം എന്താണ് ഇപ്പൊ ഒരു ഇൻപേഷ്യന്റ് ഒക്കെ ആയി കഴിയുമ്പോഴൊക്കെയാണ് നമുക്കറിയാം അവിടുത്തെ പെർഫോമൻസുകളൊക്കെ അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകളുടെ ഒക്കെ പെർഫോമൻസുകളൊക്കെ അളക്കേണ്ടതായിട്ട് തോന്നും. Then to know angry and whiffed patients. Okay, നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലും ഈ പറഞ്ഞോണം എന്താണ് ഇവിടെ ശാന്തമായ പേഷ്യൻസ് മാത്രമല്ല ഉണ്ടാവുക, പൊട്ടിത്തെറിക്കുന്ന അല്ലെ ആംഗ്രി പുലർത്തുന്ന പേഷ്യൻസുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരെയും തിരിച്ചറിയേണ്ടതുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, അതായത് പേഷ്യന്റിന്റെ അല്ലെ നല്ല എക്സ്പീരിയൻസുകൾ നമ്മളുടെ അനുഭവങ്ങൾ അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, പേഷ്യന്റ് ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, അവിടെ പേഷ്യന്റിന്റെ ആയിട്ടുള്ള അവരുടെ സേവനങ്ങളെല്ലാം അവരുടെ അനുഭവങ്ങളെല്ലാം മെച്ചപ്പെട്ടതാണോ എന്നൊക്കെ എപ്പോഴും വളർത്തേണ്ടതുണ്ട്, ദെൻ ചോദിച്ചറിയേണ്ടതുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, അതായത് നമ്മളെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു രീതിയും കൂടി മനസ്സിലാക്കണം. ചിലപ്പോ ചില രോഗികൾ അല്ലെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ, റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ നിലനിർത്തി പോവുകയാണ്, അതായത് അവിടെ നിന്ന് വിട്ടുപോകാതെ വിക്കേറ്റ് ചെയ്ത് പോവാതെ നിലനിർത്തി പോകണം. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മുടെ അസുഖമൊക്കെ മാറി വീണ്ടും നമുക്ക് അസുഖം വരുമ്പോൾ വേണ്ട ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്താണ് മാറുന്നത്, നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ലെ, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ എപ്പോഴും എന്താണ് അവിടെ വിട്ടുപോവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം, ഇത് വേണ്ടി വരും, റിട്ടൻഷൻ റേറ്റ് ഹൈ ആയിരിക്കണോ ലോ ആയിരിക്കണോ, സോറി റിട്ടൻഷൻ റേറ്റ് ഹൈ ആവണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. സാറ്റിസ്ഫാക്ഷൻ റേറ്റ് ഹൈ ആയിരിക്കണോ ലോ ആയിരിക്കണം, റിട്ടൻഷൻ ഹൈ ആയിരിക്കണം. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് വിട്ടു പോവാതിരിക്കുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോകണ്ടെന്ന് തന്നെയായിരിക്കും മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വിശദീകരണമൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയി പോകുന്നില്ലേ? സ്പീഡ് കൂടുതൽ തോന്നുന്നുണ്ടോ? പുതിയ ക്ലാസ് ആയതുകൊണ്ടാണ്. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് എടുക്കാം. Thank you all. Next class. Thank you.